മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വിഷയം. യേശുവിൻ്റെ കാലത്ത് അവരുടെ യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം നിലനിന്നിരുന്നു. അതിനുള്ള കാരണം, യേശു അവയെല്ലാം വിമർശിക്കാനുള്ള കാരണം, അത് മനുഷ്യത്വരഹിതമായിരുന്നു. മനുഷ്യ സ്നേഹത്തിനും കരുണയ്ക്കും വിരുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങളാണ് അവയ്ക്കുണ്ടായിരുന്നത്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്തിനെയാണോ ലക്ഷ്യം വെച്ചിരുന്നത് അതിൽ നിന്നും വ്യതിചലിച്ചു പോവുകയും മനുഷ്യ സ്നേഹത്തിന് വിരുദ്ധമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശു അവരെ നിശിതമായി വിമർശിക്കുന്നത്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നവരെ സംബോധന ചെയ്തത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് യേശു അവരോട് പറഞ്ഞത്. ഇവിടെ സാപത്തിൻ്റെയും അതിനാഥനാണ് ദൈവം എന്ന് യേശു അവരോട് പറയുകയുണ്ടായി. ക്രിസ്തു മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പലതും, ഇന്ന് നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പലതും യഹൂദ, ഗ്രീക്ക്, റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളും ആശയങ്ങളുമാണെന്ന് പഠിപ്പുള്ള എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇന്നും കുർബാനയെക്കുറിച്ച് തർക്കം നിലനിൽക്കുന്നത്? കുർബാനയെക്കുറിച്ച് തർക്കം നിലനിൽക്കാനുള്ള കാരണം, രണ്ട് പാരമ്പര്യങ്ങൾ, ഇതിലേതാണ് ശരി എന്നുള്ളതാണ് തർക്കം. എന്താണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പാരമ്പര്യം? അതിനെ നമ്മൾ വിശുദ്ധ പാരമ്പര്യം എന്ന് വിളിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനെ അനുഭവിച്ച് അറിഞ്ഞു. ആ ഒരു വിശ്വാസം അവികലമായി, പൂർണ്ണമായി എന്നും തുടർന്നുകൊണ്ട് പോകുവാനുള്ള ആചാര അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാ രീതികളുമാണ് വിശുദ്ധ പാരമ്പര്യം. അവ ശരിയായ രീതിയിൽ നിലനിർത്തണം എന്നാണ് സഭ നിർബന്ധം പിടിക്കുന്നത്. നമ്മുടെ സീറോ മലബാർ സഭയിൽ കൽദായ പാരമ്പര്യമാണോ അതോ എത്തീനീകരിച്ച പാരമ്പര്യമാണോ നിലനിൽക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് തർക്കം. സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ, വെട്ടും കുത്തും കൊലപാതകവും വരെ നടന്നിട്ടുണ്ട്. കാരണം പ്രൊട്ടസ്റ്റന്റുകാർ ആരംഭത്തിൽ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളെ എതിർത്തു. പരസ്പരം യുദ്ധമുണ്ടായി, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് പണ്ട് നിഷിദ്ധമായിരുന്നു, നമ്മുടെ കേരളത്തിൽ പോലും. ഇന്നാരാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നത്? സഭയാണ്. അപ്പോൾ കാലാനുസൃതമായി പാരമ്പര്യങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലായിത്തീരും. നമ്മുടെ സീറോ മലബാർ കുർബാന തന്നെ ആലോചിച്ച് നോക്കുക. ഞായറാഴ്ച ഒരു കുർബാനയെങ്കിലും വളരെ ആഘോഷമായി നടത്തണം എന്നുള്ളതാണ്. ആ ഒരു കുർബാന ആഘോഷമായി നടത്തണമെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം നമുക്ക് ചെലവഴിക്കേണ്ടി വരും. ഈ 1.5 മണിക്കൂറിലും കൂടി റാസ കുർബാനയുണ്ട്. അത് തീരണമെങ്കിൽ 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും. ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള കുർബാനകൾ ഉണ്ടായിട്ടുള്ളത്? അത് സാധാരണക്കാരുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല, അത് സന്യാസ ആശ്രമങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 1.5-2 മണിക്കൂർ ഈ കുർബാന നീണ്ടുപോകാനുള്ള കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ആഘോഷമായൊരു കുർബാനയ്ക്ക് 1.5 മണിക്കൂർ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ണീശക്കടലിയിലെ 3.5 വയസ്സും 4 വയസ്സുമുള്ള കുട്ടികൾ ഈ 1.5 മണിക്കൂർ അവിടെ ഇരിക്കുന്നത്? അവരെത്രമാത്രം അസ്വസ്ഥരാകുന്നു? എങ്ങനെയാണ് ഡയബറ്റിക് പേഷ്യൻസ് ഈ 1.5 മണിക്കൂർ ഇരിക്കുന്നത് പള്ളിയിൽ? എങ്ങനെയാണ് പ്രായമേറെ ചെന്നിട്ടുള്ള ആൾക്കാർ ഈ കുർബാനയിൽ 1.5 മണിക്കൂർ ഇരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ മനുഷ്യത്വരഹിതമായി പോകുന്നു. പലരും കുർബാനയുടെ ദൈർഘ്യത്തെക്കുറിച്ച് ഒരുപാട് വിമർശിക്കാറുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, സഭയുടെ നിർബന്ധമായ നിയമമാണ് ഒരു കുർബാനയെങ്കിലും വളരെ ആഘോഷമായി നടത്തണമെന്നുള്ളത്. അത് നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിലോ അത് സഭാതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായി തീരും. അച്ഛന്മാരുടെ മേൽ നടപടിക്രമങ്ങൾ ഉണ്ടാവും. പിന്നെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏക സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ആഘോഷമായി കുർബാന ചൊല്ലുകയും
അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മേൽ ബോംബ് വർഷിക്കുന്നത് പോലെ പറയുകയും ചെയ്യുന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ കുർബാന തർക്കവും കാര്യങ്ങളുമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ മനുഷ്യത്വരഹിതമായി പോകാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളെല്ലാവരും ആരാധനാക്രമത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതോടൊപ്പം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അതാണ് യേശു നിർബന്ധം പിടിക്കുന്ന കാര്യം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.